മീനൊക്കെ പിടിച്ചല്ലോ. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾ അവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, യാത്ര ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നമ്മളെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ ഇന്ന്. നമ്മളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമുക്കൊരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങണം. പക്ഷെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നില്ല വീട്ടിൽ. നമ്മൾ മേടിച്ച് വെച്ചിട്ടുള്ള വെള്ളം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടായതുകൊണ്ട് കമ്പൽസറിയാണ് നമുക്ക് അഡൾട്ട്സിന് എന്തെങ്കിലും ഉടായ്പ് കാണിക്കണ പോലെ പിള്ളേരെ കാര്യത്തിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനും കാക്കും എണീറ്റ പാടെ തന്നെ വണ്ടി എടുത്തിട്ട് ഇറങ്ങി വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് അവിടെ അടുത്തായിട്ട് ഷോപ്പുകളൊന്നും ഉണ്ടായില്ല. നമുക്ക് കുറച്ചും കൂടി പോരേണ്ടി വന്നു ഷോപ്സൊക്കെ കാണാൻ വേണ്ടിയിട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ വെള്ളം എടുക്കുകയാണ്. നമ്മൾ ഒരുപാട് ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞില്ല. കാരണം നമ്മളിത് വീട്ടിൽ തിരിച്ചെത്തുന്നു, നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നു, തിരിച്ചു പോരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മളെന്തായാലും ഒരു വലിയൊരു ബണ്ടിൽ തന്നെ എടുത്തു. ഇനി നമുക്ക് പിന്നീട് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാക്കു ഇങ്ങനെ സെലക്ട് ചെയ്യാൻ കേട്ടോ വെള്ളം, എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് ഇവിടുന്ന് വെള്ളം ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും മേടിക്കണം കേട്ടോ. കാരണം ഇനി വീട്ടിൽ ചെന്നിട്ട് കുക്ക് ചെയ്ത് കഴിച്ചിട്ട് ഇറങ്ങാനുള്ള ഒരു സാവകാശമൊന്നും നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് പാക്ക് ചെയ്യാൻ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ. നമുക്ക് തലേദിവസം നമുക്ക് പാക്ക് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ പിടിച്ച മീൻ വെച്ചിട്ട് ഫ്രൈ ഒക്കെ ആക്കിയിട്ടുള്ള നമ്മൾ കഴിച്ച എന്താ പറയുക ഡിന്നർ നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ. അത് ഞാൻ മറ്റേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയതിന്, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. ബൈ ദ വേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സബ്വേന്ന് സാൻഡ്വിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലത് പിള്ളേർക്കുള്ള ചിലത് അവിടെ നിന്ന് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ടിമോട്ടൻസിൽ വന്നിട്ടാണ് വേറെ കുറച്ച് സാധനങ്ങൾ മേടിച്ചത്. അങ്ങനെ നമുക്ക് എല്ലാവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ മേടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വകയാണ് കേട്ടോ. എന്താ ചെയ്യുക, റിച്ച് ലേഡി. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മളുടെ കോട്ടേജിൽ തന്നെ വന്നു. ഇതാണ് നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി, ഒരു വലിയ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് നമുക്കൊരു കാർഡ് ഉണ്ടാവും. ആ കാർഡ് നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ വേറൊരാൾ ഓപ്പൺ ആയി അതിൻ്റെ ഇടയിൽ കൂടെ കയറി പോവുകയൊക്കെ ചെയ്യാം. ബട്ട് സ്റ്റിൽ നമ്മളങ്ങനെ ഉടായ്പ കാട്ടാത്ത കുട്ടികളായതുകൊണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചെത്തി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. കോട്ടേജൊക്കെ നമ്മൾ ക്ലീനാക്കി. ഇത് ഭയങ്കര ഇത് ക്ലീൻ ആക്കലിനൊരു വലിയൊരു പ്രശ്നം. അത് നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ നമ്മൾ ക്ലീൻ ആക്കി കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം പാക്ക് ചെയ്തു. ഇതായിരുന്നു നമ്മളുടെ കോട്ടേജിൻ്റെ ഒരു മിനി ലുക്ക് കേട്ടോ. ഞാൻ ആ ഒരു എന്താ പറയുക കോട്ടേജിൻ്റെ ഒരു ടൂർ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ മറന്നുപോയി, എന്തോ കാര്യം കൊണ്ട് ഞാനത് മറന്നുപോയി. പക്ഷേ നിങ്ങളിപ്പം കണ്ടോളൂ, ഇത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇതിലും നല്ല വൃത്തിയിലൊക്കെയാണ്. പിന്നെ നമ്മൾ 2-3 ദിവസം താമസിച്ചതിൻ്റെ ഒരു അലമ്പ് ലുക്ക് ഉണ്ടാവും. അങ്ങനെ നമ്മളെല്ലാ സാധന സാമഗ്രികളും നമ്മൾ പാക്ക് ചെയ്തു. എത്രങ്ങാനും സാധനങ്ങളായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2-3 ദിവസം ഒരുമിച്ചുണ്ടായിരുന്ന 2-3 ദിവസം അത് എന്താ പറയുക ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു സംഭവം. നല്ല ഒരുപാട് മെമ്മറീസും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മളവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോന്നു. പോരുന്ന വഴിക്കൊക്കെയുള്ള വിഷ്വൽസാണത്. ഭയങ്കര ഒരു ഗ്രീനറി ആയിട്ടുള്ള ഭയങ്കര ഒരു കൺട്രി സൈഡ് വൈബുള്ള നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ തലേദിവസം കണ്ടുപിടിച്ച് വെച്ച ബീച്ച് സൈഡിലേക്ക് വന്നതാണ്. അവിടെ എന്തോ പാർക്കിങ്ങിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ തിരിച്ച് സ്ട്രൈറ്റ് നമ്മളെ വണ്ടിയൊന്നും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പ്രൈവറ്റ് വണ്ടി മാത്രമേ അതിൻ്റെ ബീച്ചിൻ്റെ ഏറ്റവും നിയർ ബൈ ആയിട്ട് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കുള്ള പാർക്കിംഗ് ഇവിടെ തന്നെയാണ്. അത് നമ്മൾ ആദ്യം പാർക്കിംഗ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായില്ല. പിന്നെ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് ആരോ പറയണത് കേട്ടിട്ടാണ് തിരിച്ച് പാർക്കിംഗ് ടിക്കറ്റൊക്കെ എടുത്തത്. പിന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടായതുകൊണ്ട് നമുക്ക് വലിയൊരു മേളമൊന്നും ഉണ്ടായിരുന്നില്ല. ഹൈ ബീച്ച് എന്നുള്ളൊരു മേളം. ബട്ട് സ്റ്റിൽ നമ്മൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. പിന്നെ ഈ ബീച്ചിനെ പറ്റി കുറേ കേട്ടുക്കണം. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ ബീച്ചിൽ വരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ എനിക്ക് വെള്ളത്തിലിറങ്ങാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. നമുക്കൊരു വെള്ളത്തിലിറങ്ങാൻ ബീച്ചിലിറങ്ങാൻ അങ്ങനത്തെ മൂഡൊന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ചിഞ്ചും ചാച്ചും ഒക്കെ ഇറങ്ങി. ഞാനും കാക്കും മേമിയും ആപ്പിയും ഞങ്ങളാരും ഇറങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ പക്ഷേ ഇവിടുത്തെ ബീച്ചിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റടിച്ചിട്ട് ഇങ്ങനെ മണൽ വന്നുകൂടി ഉണ്ടായിട്ടുള്ള ചെറിയ മലൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു ഈ പരിപാടി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആണെന്ന് വിചാരിക്കും. പക്ഷെ പെട്ടെന്നായിരിക്കും ആഴം ഉണ്ടാവുക. അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ടിരിക്കാനും അതിന് കുറച്ച് സ്ഥലം പ്രൊഹിബിറ്റഡ് ഏരിയ ആക്കിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രകൃതി രമണി കാണും. നല്ല വെയിലാണ്, അതൊക്കെ പ്രശ്നം. വെള്ളത്തിൻ്റെ ഒരു കളർ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിൽ ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള ആ ഒരു ഭാഗം കണ്ടില്ല, അവിടെ ഭയങ്കര ആഴം ഉണ്ടാവും. അവിടെ വരെ നമുക്ക് പോകാൻ പെർമിഷൻ ഉള്ളൂ കേട്ടോ. അതിനുള്ള അവിടെ ഒരു സംഭവം അങ്ങനെ കുത്തി വെച്ചതുണ്ടോ, നമുക്കതിനപ്പുറത്തേക്ക് പോകാൻ പെർമിഷൻ ഇല്ല.
ഇന്ന് പിന്നെ ഇന്നലെ വൈകുന്നേരം വന്നപ്പോഴല്ലോ കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കുറേ ബുക്സ് വായിക്കുന്നവരുണ്ടായിരുന്നു, പ്ലേ ചെയ്യുന്നവരുണ്ടായിരുന്നു, ബീച്ചിൽ കളിക്കുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ ഇറങ്ങിയില്ല, നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ടോപ്പിലേക്ക് പോയി. ഇവിടുത്തെ മണൽ കുറച്ചും കൂടി ഫൈൻ ആയിട്ടുള്ള മണലാണ്, അതുകൊണ്ട് നടക്കാൻ കുറച്ചും കൂടി ഈസിയാണ്, നമുക്കൊരു ഗ്രിപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ കയറി ഇവിടെ വന്നിട്ട്, ഇവിടെയാണ് ചിഞ്ചുവും ചാച്ചും ഇവിടുത്തെ ബീച്ച് സൈഡിലാണോ ഇറങ്ങിയത്. നമ്മൾ പിന്നെ ഇറങ്ങിയില്ല കേട്ടോ, നമുക്ക് ബീച്ചിൽ ഇറങ്ങാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായില്ല. പിന്നെ ഇനി ഡ്രസ്സ് മാറണം, അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടാവുമല്ലോ വെള്ളത്തിലിറങ്ങിയാൽ ഓഫ് കോഴ്സ്. അപ്പോൾ നമുക്ക് അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനും കാക്കും ചുമ്മാ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓല് രണ്ടാളും ഇറങ്ങി, നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ. സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണുക അല്ല, ബാക്കിയുള്ളവരിവിടെ ഒരു ഇരിക്കാണ്ടിരിക്കാനാണ് പൈസ ഞങ്ങൾ ഒറ്റ. വെരി ഗുഡ് കാക്കോ. ആന തള്ളു, സംസാരത്തിലുള്ള തള്ളു മാത്രമല്ല, ഇവിടെ ഉണ്ട് ശരിക്കും കേട്ടോ. നമുക്ക് നല്ല ആളുണ്ട്. അല്ല അങ്ങോട്ടൊക്കെ ഇത് വേറെന്തോ ഒരു പരിപാടിയാണ്. ബീച്ചെന്ന് പറഞ്ഞാൽ പറ്റി ഭയങ്കര കുത്തനെ ഒരു വര, കുറിയ വര പറഞ്ഞ പോലെ സംഭവം വരുന്നുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റായതുകൊണ്ട് നമുക്കിതിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമുണ്ട്. ഷൂസിട്ടതുകൊണ്ട് നടക്കാനൊരു ബുദ്ധിമുട്ടുണ്ടോ കാക്കുന്? ഓ ഇതാ അങ്ങോട്ടൊക്കെ അങ്ങനെ കിടക്കുക അല്ലേ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ, മതി. കാരണം ഒരുപാട് ക്ലിപ്സൊക്കെ നമ്മൾ എടുത്തു. ഇനി നമ്മളൊന്നുമില്ല, ബീച്ചിൽ കുറച്ച് എടുത്തിരുന്ന് നടന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നു, പരിപാടി ബീച്ച് വിടുന്നു, പോകുന്നു. ഇനി വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് വയ്യ, കാരണം എൻ്റെ ഫോൺ ഏകദേശം 512 GB ഫുള്ളായ മാതിരിയായി. ഇതൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ വീഡിയോ ആക്കിയപ്പോൾ 4 ദിവസത്തതോ 4 ദിവസത്തോ വീഡിയോ ഉണ്ടാവും. കുറച്ച് ഞാനപ്പോൾ മാക്സിമം പാട്ടായിട്ടൊക്കെ ഇടാനാണ് ട്രൈ ചെയ്യാം പെട്ടെന്ന് തന്നെ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ട് എൻ്റെ എല്ലാ വീഡിയോ കണ്ടവർ എത്തിയിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ഇത്രയും ദിവസം എൻ്റെ വീഡിയോസൊക്കെ കണ്ടതിന്, സപ്പോർട്ട് ചെയ്തതിന്. പിന്നെ എന്താ പറയുക, ഭയങ്കര നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. നല്ല രസമായിരുന്നു, നല്ലൊരു ടൈമായിരുന്നു എല്ലാവർക്കും കൂടെ ഒരുമിച്ച്. കാറ്റായതുകൊണ്ട് പറയണ കേൾക്കണമെന്നറിയില്ല. ഫാമിലി ടൈം എന്ന് പറയുന്നത് ഭയങ്കര പ്രഷ്യസ് ആട്ടോ. നമ്മുടെ ഈ ഒരു ബിസി ലൈഫും ഒരു സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരിക, നമ്മൾ ഇതേപോലെ കോട്ടേജസ് ഒക്കെ എടുക്കുക, 2-3-4 ദിവസം നിൽക്കുക. അത് കുറേ ഹെവി പ്ലാനൊന്നും വേണ്ട. നമ്മളുള്ള ആ ഒരു, ഇപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾ ഫിഷിങ്, കയാക്കിങ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര നൈസായിട്ട് തോന്നും. അപ്പോൾ നമുക്കിനി ഇതേപോലെ 4 ദിവസത്തിനല്ല, ഇങ്ങനെ ഒരാഴ്ച എന്നാണ് ഞങ്ങളുടെ ഒരു മനസ്സിലെ ആഗ്രഹം. കാരണം ഞങ്ങൾക്ക് ഒട്ടും തികയുന്നില്ല ഈ 3 ദിവസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ലെറ്റ്സ് ഹോപ്പ് നല്ല അടിപൊളി പ്ലാനുകളുമായി ഇനിയും വരാൻ പറ്റട്ടെ. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരണ്ട്. മാതാവേ ഇതെങ്ങനെ കയറും. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. സൈനിങ് ഓഫ് ചെയ്യാൻ ഞാൻ കാക്കൂൻ്റെ അടുത്തേക്ക് പോട്ടെ. അതുവരെയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. കുറേ കാലമായി ഇത്രക്കൊക്കെ നടന്നിട്ട്. ബ്യൂട്ടിക്ക് പോകുമ്പോഴേ നടത്തം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നടത്തൊന്നുമില്ല. പക്ഷെ നമുക്ക് നടന്നാലും തീരാത്തത്ര നടക്കാം. കാക്കു ഇവിടുന്ന് അങ്ങോട്ട് ഉതിർന്നാലോ, നല്ല രസമുണ്ടാവും.
അപ്പൊ സൈനിങ് ഓഫ് പറ. Bye. Appa guys, do share, like, subscribe.